രൂത്ത്, ഒരു പബ്ലിക് പൊസിഷൻ ഉള്ള ഡെബോറ, ഒരു ഇൻഫ്ലുവൻഷ്യൽ പൊസിഷൻ ഉള്ള എസ്തർ. ഏത് നിലയിലാണെങ്കിലും ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു പർപ്പസുണ്ട്. അതാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ചില ടൈമിൽ നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങി ചേരുന്നവരായിരിക്കും, ഒരു കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും, ഒരു പൊസിഷൻ, ഒരു പബ്ലിക് പൊസിഷൻ ഉള്ളവരായിരിക്കും. പക്ഷെ ഇവിടെയും നമുക്കൊരു റോളുണ്ട്. ദൈവത്തിന് സ്തുതി. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം, ഡയറക്റ്റായിട്ട് ഞാനൊരു വനിതാ കഥാപാത്രം എടുക്കുന്നില്ല. കാരണം നമ്മൾ ഏത് ദൈവവചനവും നമ്മൾക്ക് ഈക്വലി ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു മെൻ ആൻഡ് വുമൺ. ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ 2 വേദഭാഗങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന്, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മതി. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. 31-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. വായ്പാടമാക്കി കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങളെ ഈ ഒരു ചെറിയ കൂട്ടായ്മയിൽ ഒന്നിച്ച് ചേർത്ത് കൂട്ടി വന്നിരിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആവർത്തന പുസ്തകത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു സുപരിചിതമാണ്. അതായത് ഇസ്രായേൽ മക്കൾ 40 വർഷം അവരുടെ ചുറ്റിയുള്ള യാത്ര, മരുഭൂമിയിലുള്ള ആ ജീവിതം അവസാനിപ്പിച്ച് അവസാനത്തെ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ആവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് അവർ വന്ന് സമയം 40 വർഷം അവർ കഴിഞ്ഞു. ഇനി അവർക്ക് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ യോർദാൻ കടന്ന് കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് അവർക്കുള്ള ബാക്കിയുള്ള സമയം. അപ്പം അത്രയും 40 വർഷത്തെ ആ ഒരു ജീവിതത്തിന് ശേഷം അവസാനത്തെ പൊസിഷനിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഈ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് നമ്മളിവിടെ വായിക്കുമ്പോഴേ 1-ാം അധ്യായത്തിൽ 2 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. 3-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശെ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതൊക്കെയും പറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് 40-ാം വർഷം 11-ാം മാസം 1-ാം തീയതി. അപ്പം ഇനി അവർക്ക് കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാൻ 2 മാസേ ബാക്കിയുള്ളൂ. ആ ഒരു സ്റ്റേജാണത്. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മോശയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴേ ഇനി മോശയ്ക്കുള്ള ജീവിതം 2 മാസം ബാക്കിയുണ്ട്. കാരണം കനാൻ ദേശത്തിലേക്ക് അവർ എൻ്റർ ആകുന്നതിന് മുൻപ് മോശ മരിക്കും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോശയ്ക്ക് കിട്ടുന്ന സമയം ഇനി ബാക്കിയുള്ളത് 2 മാസം. അപ്പം ഇവിടെയാണ് നമ്മുടെ ശരിക്കും മോശയുടെ ഒരു മഹത്വം കാണുന്നത്. ആവർത്തന പുസ്തകം എഴുതുന്നത് 2 മാസങ്ങൾ കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയം തൊട്ട് മോശ എഴുതി, അതിനകം മോശ മരിക്കുന്നതിന് മുന്നേ എഴുതി തീർത്ത ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം.
ഇപ്പോൾ ഒരു മോശയ്ക്ക് അറിയാം, ഐ എം നോട്ട് ഗോയിങ് ടു എൻറ്റർ ദി പ്രോമിസ്ഡ് ലാൻഡ്. ആ ഒരു നമുക്ക് വേണ്ടി വാഗ്ദത്ത ഭൂമിയിലേക്ക് ഞാൻ കടക്കുകയില്ല എന്ന് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മോശ അതിന് നമുക്ക് കാരണം അറിയാം. 2 പ്രാവശ്യമാണ് മോശയോട് ദൈവം വെള്ളം എടുക്കാനായിട്ട് പറയുന്നത്. ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 17-ാം അധ്യായത്തിൽ മോശയോട് പറയുന്നത് ആ പാറമേൽ നീ അടിക്കാൻ. മോശ അടിച്ചു, വെള്ളം കിട്ടി. അതേ കാദേശിൽ സിനായ് മരുഭൂമിയിൽ 40 വർഷം ചുറ്റി ചുറ്റി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നു നിന്നു. വീണ്ടും കലഹിച്ചു മക്കൾ. മോശയോട് ദൈവം പറഞ്ഞ ഒരു കാര്യം, നീ യു സ്പീക്ക് ടു ദ റോക്ക്. അതായത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോഴേ പാറയോട് കൽപ്പിക്കുക എന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത്രേ വായിക്കുന്നുള്ളൂ, യു സ്പീക്ക് ടു ദ റോക്ക്. പാറയോട് നീ സംസാരിക്കുക. അപ്പം മോശയുടെ ഒരു ആ സമയത്തെ ഇതാണ് അത്. ആ സമയത്താണ് മിരിയാം മരിച്ചു പോകുന്നത്, നമുക്ക് കാണുന്നുണ്ട്. മിരിയാം മരിച്ചു 20-ാം അധ്യായത്തിൽ സംഖ്യാപുസ്തകത്തിൽ. ആ സമയത്ത് മോശയ്ക്ക് ഒരു സിസ്റ്റർ മരിച്ചു പോകുന്നതൊക്കെ ഒരു ടെൻഷനുള്ള സമയം. ഇവർ വഴക്കിടുന്നത് അടുത്തത്, എല്ലാം കൂടി മോശ വളരെ അപ്സെറ്റായിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ദൈവം പറയുന്നു, യു സ്പീക്ക് ടു ദ റോക്ക്. മോശ ശരിക്കും കേട്ടില്ല. മോശയ്ക്ക് ആ പഴയ ഓർമ്മയായിരിക്കും പാറമേലടിക്കുക. എല്ലാം കൂടി ഹി സ്ട്രക്ക് ദ റോക്ക്. അപ്പോഴാണ് ദൈവം പറയുന്നത്, ഇനി നീ ഈ ലാൻഡിലേക്ക്, ഈ ഭൂമിയിലേക്ക് നീ കടക്കുകയില്ല. യു ക്യാൻ ഓൺലി സീ ഇറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്. മോശയോട് ദൈവം കൽപ്പിക്കുന്നത് ഇതാണ്. മോശയുടെ ഒരു സിറ്റുവേഷൻ. മോശയ്ക്ക് അറിയാം, ഐ എം നോട്ട് ഗോയിങ് ടു എൻറ്റർ. ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ലെവലിലേന്ന് ഞാൻ എപ്പോഴും മോശയെ പറ്റി ഓർക്കും. 40 വർഷം ഈ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ട ഒരു ലീഡർ, ഒരു നേതൃത്വം വഹിച്ച ഒരാൾ, ഒരു പ്രവാചകൻ നമുക്കുണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് മോശൻ. 40 വർഷം ഇവരോട് കൂടെ കഷ്ടപ്പെട്ട് നമ്മൾ ആ പുറപ്പാട് പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുന്നതിൻ്റെ ഉള്ള ഓരോ ദിവസവും മോശയ്ക്ക് കഷ്ടപ്പാട്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് അവസാനം ഹീ കുഡിൻ എൻറ്റർ. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ ഇത് ഐ ഡിസേർവ് ഇറ്റ്, ദൈവം എനിക്ക് തരേണ്ട, ഞാൻ എത്രയോ കാര്യം ചെയ്തു, ഈ ഒരു കാര്യം ദൈവം എനിക്ക് തരേണ്ടതല്ലേ, ഡോണ്ട് ഐ ഡിസേർവ് ഇറ്റ് എന്ന് നമ്മൾ ചോദിക്കും മനസ്സിലെ. ഇത് അർഹിക്കുന്നില്ലേ എന്നൊരു ചോദ്യം. പക്ഷേ മോശ ഇത് ചോദിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ആ മോശ 3-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, 3-ാമത്തെ അധ്യായത്തിലെ 25-ാം വാക്യത്തിൽ, താൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. എന്തൊരു റിക്വസ്റ്റാണ് മോശ ചെയ്യുന്നത്. അതായത് ഞാൻ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇതൊന്ന് കണ്ടുകൊള്ളട്ടെ, ഇപ്പോഴാണ് ഞാൻ നിന്റെ മഹത്വം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് മോശ. പക്ഷേ ദൈവം അങ്ങനെ ഒരു അനുഗ്രഹം മോശയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പൊ സാധാരണ ഒരു മനുഷ്യർ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, അങ്ങനത്തെ ഒരു സമയത്ത് വളരെയധികം നിരാശയോടുകൂടെ പെരുമാറാൻ തുടങ്ങും. നമ്മുടെ എന്താന്ന് വെച്ചാൽ ഒരു ഔട്ട്ലുക്ക് മാറും. ഇത്രയും കാലം ഞാൻ ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടല്ലോ, പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. പക്ഷേ മോശ ആ ഒരു സമയത്തിന് ശേഷം, ആ ഒരു 2 മാസം മോശ എത്രമാത്രം ബലത്തോടെ പ്രവർത്തിച്ചു. അതായത് ഒരു ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമുക്ക് അർഹിക്കുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ വിധമല്ല,
ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒരു ഈ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം എനിക്ക് ദൈവം തന്നില്ല എന്ന് വെച്ച് ഞാനത് പൂർണ്ണമായും അംഗീകരിച്ച് ഞാൻ ജോലി ചെയ്യുമ്പോഴേ ദൈവം അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഒരുപാട് ശക്തിപ്പെടുത്തും എന്നാണ് പറയുന്നത്. ശരിയായൊരു ബലം, ഒരു വൻ കാര്യങ്ങൾ, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മുടെ മോശയുടെ ജീവിതത്തിലേക്ക് നമ്മളിവിടെ കാണുന്നത്. അത് മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കാണട്ടെ. പക്ഷേ മോശ കണ്ടില്ല. എന്നാലും മോശ അത് മൈൻഡ് ചെയ്തില്ല. ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഒരു ആവർത്തന പുസ്തകം മോശ എഴുതി തീർത്തു 2 മാസം കൊണ്ട്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവനും എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ മോശ വഴിയാണ് കൊടുക്കുന്നത്. അത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും, അതാണ് ഞാൻ ഇന്നത്തെ ഒരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മീയ മൂല്യങ്ങളും വിശ്വാസവും അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നു. അതായത് ഇതൊരു വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ ലോകത്തിൽ. നമ്മൾ ആ ഈ ഒരു വിശ്വാസം അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കൊടുക്കാം? ആവർത്തന പുസ്തകം വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ മുഴുവനും ഇത് തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക്, അവർക്കും വരുവാനിരിക്കുന്ന തലമുറയ്ക്കും അവരെങ്ങനെ അത് കൊടുക്കണം എന്ന് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആവർത്തന പുസ്തകത്തിൽ. മോശ അത് മുഴുവനും എഴുതുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മോശെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഒരു 2 മാസം ഹി മൈറ്റ് ഹാവ് ബീൻ വർക്കിംഗ് വെരി ഹാർഡ്. മുഴുവൻ ശക്തിയും, ദൈവം കൊടുത്ത ശക്തി മുഴുവൻ മോശ ഉപയോഗിച്ച് മോശ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അതിന് നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വിശ്വാസം കൊടുക്കുന്ന പല ഉദാഹരണങ്ങളും വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ തിമത്തിയോസിനെ എടുക്കുകയാണെങ്കിൽ അമ്മയുണ്ടായിരുന്നു, വലിയമ്മയുണ്ടായിരുന്നു. ഇവർ 2 പേരും യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൻ ഒരു യവനൻ ആയിരുന്നു. പക്ഷെ തിമത്തിയോസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് അമ്മയും വലിയമ്മയാണ്. യുണീക്കായും ലോവിസും ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ തിമത്തിയോസിന് ഒരു അപ്പോസ്തലനെ നമുക്ക് കിട്ടിയത് ആ അമ്മയുടെയും വലിയമ്മയുടെയും ആ വിശ്വാസവും അവർ കൊടുത്ത ആ മകന് കൊടുത്ത വിശ്വാസവും ആണ് എന്ന് മർക്കോസിനെ പറ്റി സഹോദരൻ പറഞ്ഞു. മർക്കോസിൻ്റെ അമ്മ ആണ് മേരി. മേരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ നിന്ന് വന്നു. അപ്പോൾ മേരിയുടെ വീട്ടിലെ അപ്പോസ്തലന്മാരെല്ലാം ചേർന്ന് വിശ്വാസികൾ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മേരി ചെയ്ത ഒരു കാര്യം, തൻ്റെ ഭവനം വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു അന്തരീക്ഷം. ഷി ക്രിയേറ്റഡ് എൻ എൻവയൺമെൻറ്റ് ഫോർ ദ സൺ ടു ഗ്രോ അപ്പ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയൊക്കെ പഠിക്കുമ്പോഴേ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ഹാർവാർഡ് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ പോയി പഠിക്കുന്നത് തന്നെ നമുക്ക് വലിയ വലിയ കാര്യമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഓക്സ്ഫോർഡിനെ പറ്റിയിട്ട്, ഞാൻ ഓക്സ്ഫോർഡിൽ പോയിട്ടില്ല, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഓക്സ്ഫോർഡിൽ എന്താണ് ഇത്ര അവർ ചെയ്യുക? ദ ക്രിയേറ്റ് എൻ എൻവയൺമെൻറ്റ് ഫോർ ദ സ്റ്റുഡൻസ് ടു ലേൺ എന്നാണ് പറയുന്നത്. ആ ഒരു എൻവയൺമെൻറ്റിൽ വളരുന്നത് കൊണ്ടാണ് അവരത്രയും നന്നായിട്ട് പഠിക്കുന്നതും വളരുന്നതും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡിൽ അങ്ങനെയല്ലാണ്ട്. ഞാൻ ഓക്സ്ഫോർഡിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ അവർ പറഞ്ഞു വി ഡു ട്യൂട്ടോറിയൽ, അവർ പഠിപ്പിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മേരി എന്ന സ്ത്രീ ഷി ക്രിയേറ്റഡ് ദ റൈറ്റ് എൻവയൺമെൻറ്റ്. തൻ്റെ ഭവനം വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുത്ത ആ സ്ത്രീ. അതിലാണ് മർക്കോസ് അപ്പോസ്തലൻ
നമ്മൾ പത്രോസിൻ്റെ കൂടെ ആദ്യം പൗലോസിൻ്റെ കൂടെ ആയിരുന്നു, പിന്നെ പത്രോസിൻ്റെ കൂടെയായി. അത് നമ്മൾ വിശ്വസിക്കുന്ന ആദ്യത്തെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് മർക്കോസാണെന്നാണല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേ രേഖാബിയരെ പറ്റി നമ്മൾ പറയും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിലെ നമ്മൾ രേഖാബിയരെ പറ്റി പഠിക്കുന്നുണ്ട്. ഇവരെ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ്, ഇവരെ പറ്റി പറയുകയാണെങ്കിൽ മോശയുടെ ഫാദറിനില്ല, അവരുടെ ഒരു വംശക്കാർ, ഭാര്യയുടെ വംശക്കാർ. യോനാദാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മീയ ഒരു ഗുരു, ഒരു പിതാവ്. ആ പിതാവ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു മക്കൾക്ക്. ഉപദേശങ്ങൾ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കുടിക്കരുത്, മദ്യം സേവിക്കരുത്, പിന്നെ നിങ്ങൾ വലിയ കെട്ടിടമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ കൂടാരത്തിൽ പാർക്കണം. അതിൻ്റെ കാര്യം, ഒരേ സ്ഥലത്ത് പാർക്കുവാണെങ്കിൽ അവർ പിന്നെ മറ്റുള്ളവരോട് ചേർന്ന് അന്യദൈവങ്ങളെ ആരാധിക്കാനൊക്കെ പോകും എന്ന ഒരു മുൻധാരണയിൽ ഇവരോട് പറഞ്ഞു, യു ലിവ് ലൈക്ക് ട്രൈബ്, അങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞു. ഇത് നടന്ന് എത്രയോ വർഷം കഴിഞ്ഞു, 400 വർഷത്തോളം കഴിഞ്ഞ് ദൈവം രേഖാബിയരെ തിരഞ്ഞെടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട്. രേഖാബിയരെ അവരുടെ വലിയ മുത്തച്ഛൻ ഏകദേശം 400 വർഷം മുന്നേ പറഞ്ഞു കൊടുത്ത കാര്യം അവർ ഇനിയും അവരനുസരിക്കും എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ദേവാലയത്തിലേക്ക് അവരെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും കുടിക്കാൻ കൊടുത്ത്, കുടിക്കൂ എന്ന് പറഞ്ഞപ്പോഴെന്നോ വി വിൽ നോട്ട്, കാരണം ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്രയോ വർഷങ്ങൾ ആ ഒരു കൊടുത്ത ഒരു ആത്മീക മൂല്യം അവരെ കിടപിടിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേദോസ്തവത്തിലെ ആ വിശ്വാസം കൊടുത്തത്. പക്ഷേ അതേസമയം യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യോശുവ ഇരിക്കുമ്പോഴും അതിനെ അവരോട് ചേർന്ന് യോശുവ കണ്ടവരും, ദൈവത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്, ആ ദൈവത്തിൻ്റെ മഹത്വം ആ എല്ലാം കണ്ടവരും അവരൊക്കെ ദൈവത്തിനെ അനുസരിച്ചു. പക്ഷേ അടുത്ത തലമുറ വന്നപ്പോഴേ അവർ വീണ്ടും പിന്തിരിഞ്ഞു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ആ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അടുത്ത തലമുറ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നേ ഉണ്ടായിരുന്ന ഒരാൾ, അങ്ങേരോട് ആരോ ചോദിച്ചത്രേ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന്. ജോർജ് ബുഷിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിലെ ഒരു പൈലറ്റായിരുന്നു, യുദ്ധ വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു അങ്ങേര്. CIA മേധാവിയായിരുന്നു അങ്ങേര്. ഡെസേർട്ട് ഓപ്പറേഷൻ സ്റ്റോമിലെ അങ്ങേരെ നേതൃത്വം വഹിച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ വഹിച്ചതിന് ശേഷമാണ് ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നത്. പക്ഷേ ജോർജ് ബുഷ് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നും എൻ്റെ മക്കൾ എന്നെ കാണുവാൻ വരുന്നു, റെഗുലറായിട്ട് അവർ എന്നെ വന്ന് കാണുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മക്കൾ, പല കാര്യങ്ങളും എനിക്ക് സാധിക്കുമെങ്കിലും എൻ്റെ മക്കൾ എന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്നത്, ഞാൻ പറഞ്ഞ വഴിയിലൂടെ അവർ പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് ജോർജ് ബുഷ് വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ അധ്യായത്തിലെ 6-ാം അധ്യായത്തിലെ നമ്മൾ വരുമ്പോഴേ എന്തൊക്കെ നമ്മൾ ചെയ്യണം. 6-ാം അധ്യായത്തിലാണ് ക്ലിയറായിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളിന്ന് വായിച്ച വേദഭാഗ്യം. ഇന്ന് ഈ വചനമെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. എല്ലാ കൽപ്പനകളും എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കണം. കാരണം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാലാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് ഇത് നിൻ്റെ കണ്ണിൻ്റെ മുന്നിലിരിക്കണം. അതായത് ഞാൻ പോകുന്ന വഴി
ഞാൻ പോകുന്ന വഴി ഈ നിയമങ്ങളുടെയും നീതിയുടെയും വഴിയിലാണ് ഞാൻ പോകുന്നത്. അതാണ് ഞാൻ പോകേണ്ടത്. പിന്നെ അത് എൻ്റെ കയ്യിൽ കെട്ടണം. എന്താ അതിനർത്ഥം? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ കൽപ്പനയ്ക്ക് അനുസരിച്ചാകണം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അവർക്കൊരു കോൺഫ്ലിക്റ്റ് വരും. നമ്മൾ കേൾക്കുന്നതൊന്ന്, പക്ഷെ നമ്മൾ കാണുന്നത് വേറെ. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോകണം എന്നാണ് ഇവിടെ ക്ലിയറായിട്ട് പറയുന്നത്. മോശയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഈ ആവർത്തന പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ അനുസരണത്തിനായുള്ള ആ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ മുഴുവനായിട്ട് കാണുന്നത്. അവസാനം നമ്മൾ വരുമ്പോഴേ 31-ാം അധ്യായത്തിലെ നമ്മൾ വരുമ്പോഴേ അവസാനത്തെ സ്റ്റേജ് ഇതൊക്കെ എഴുതി കഴിഞ്ഞു. മോശ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെയൊക്കെ ഒരു സമ്മറി ആയിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ബൈഹാർട്ടാകാനേ ഒരു പാട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബൈഹാർട്ടാവും. ഇപ്പം നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ എവിടെയാണെങ്കിൽ ജിങ്കിളെല്ലാം പാടും. അതുപോലെ ഒരു പാട്ടുണ്ടാക്കി പാടുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എൻറ്റയർ ലോ, എവറിത്തിങ് വാസ് സമ്മറൈസ്ഡ് ഇൻ എ സോങ് എന്ന് പറയുന്നത്. അതാണ് മോശയുടെ പാട്ട്. മോശയുടെ പാട്ട് എന്ന് പറയുന്നത് 32-ാം അധ്യായത്തിലെ നമ്മൾ മോശയുടെ പാട്ടാണ് വായിക്കുന്നത്. മോശയുടെ പാട്ടിലെ അപ്പം ഞാൻ ഓർക്കും, ഇത്രയും ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് ഞാൻ ചോദിച്ചത് ദൈവം തന്നില്ല എന്നൊരു ബാക്ക്ഗ്രൗണ്ടിലെ മോശ എല്ലാം എഴുതി തീർത്ത് അവസാനം ദ എൻറ്റയർ തിങ് ഹി സമ്മറൈസ്ഡ് ആൻഡ് ഹി മേഡ് എ സോങ് ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് കാണുന്നത്. അതിൽ 4-ാമത്തെ വാക്യത്തിൽ ഇതെല്ലാം ചേർത്ത് മോശ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവനും തന്നെ എന്നാണ് പറയുന്നത്. അതായത് ആ ദൈവത്തെ പറ്റി ദ എൻറ്റയർ തിങ് ഈസ് സമ്മറൈസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ വേഴ്സ്. അതാണ് മോശ ചെയ്യുന്നത്. സോ ദൈവം നേരുള്ളവനാണ്, ദൈവം നീതിയുള്ളവനാണ്, അവൻ വിശ്വസ്തതയുള്ളവനാണ്, ആൻഡ് ഹീസ് ദ റോക്ക്. ഇതാണ് മോശ നമുക്ക് പറയുന്ന ഒരു ഉപദേശം. ആ ഒരു ഇതിലെ ഇത് മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. ആ ഒരു 1 വേഴ്സിലെ ആ ഒരു വാക്യത്തിൽ തന്നെ അതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ വരുന്നത് മോശയുടെ ഹൃദയത്തിലേ നിന്ന് വന്ന വാക്കുകളാണത്. ദൈവം വിശ്വസ്തനാണ്, എനിക്കത് തന്നില്ലെങ്കിലേ ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്, പക്ഷേ ഹീ മെയ്ഡ് മീ മച്ച് മോർ സ്ട്രോങ്ങർ ബിക്കോസ് ഹീ ഈസ് മൈ റോക്ക്. ഇതാണ് മോശ പറയുന്നത്. അവൻ ഏറ്റവും വിശ്വസ്തനാണ്, നീതിയുള്ളവനാണ്, വ്യാജമില്ലാത്തവനാണ് എന്ന് മോശ പറയുന്നു. അപ്പം നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ആ 78-ാം സങ്കീർത്തനത്തിലെ ആസാഫിൻ്റെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ മഹത്വം, നീതി, ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറയണം എന്ന് പറയുന്നുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ പറയുന്ന ഈ പാട്ട് ഇപ്പം നമ്മളെല്ലാവരും അത് ചെയ്യുന്നവരാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളീ പറയുന്നതും നമ്മളീ പാടുന്നതും ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മോശയുടെ കാര്യം പറഞ്ഞാൽ മോശയുടെ ദൗത്യം ഈ ലോകം കൊണ്ട് തീർന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും മോശയുടെയൊക്കെ ദൗത്യം അവിടെ തീർന്നു. ഇല്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുമ്പോൾ മോശയും ഏലിയാവും വലിയൊരു ദൗത്യമായിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനുണ്ട്. മരണത്തിന് ശേഷം കൂടെ ദൈവം മോശയെ ഉപയോഗിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് യേശുവിനെ ബലപ്പെടുത്തുവാനും
ആ ഒരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും വരുന്നത് മോശയും ഏലിയാവുമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദൗത്യം പലതും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ അവസാനിക്കുന്നില്ല. ഇത് ഒരു കണ്ടിന്യൂ ആകുന്ന പ്രോസസ്സാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ പാടുന്ന പാട്ടുകൾ, നമ്മൾ കൊടുക്കുന്ന വചനങ്ങൾ, ഇതെല്ലാം ഇറ്റ് ഈസ് കണ്ടിന്യൂഡ് ലേറ്റർ. ഇതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോവാം. ഞാൻ വെളിപാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നിന്ന് 2 മുതൽ ഞാൻ വായിക്കാം. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും പളുങ്കു കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്. കർത്താവിൽ പ്രിയരെ, മോശയുടെ പാട്ട് നമ്മൾ അവസാനം കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനോട് ചേർന്ന് വീണ്ടും മോശയുടെ പാട്ട് പാടപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പാടുന്ന ഓരോ പാട്ടും, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ഉപദേശങ്ങളും നമ്മുടെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. അവസാന സമയത്ത് ഇത് വീണ്ടും നമ്മൾ ചേർന്ന് പാടും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഈ പാട്ട് എന്നാണ് പറയുന്നത്. മോശയുടെ പാട്ട്. മോശയെ പറ്റി വായിക്കുമ്പോൾ ഇത് മോശ ഒരു പുരുഷനാണെങ്കിൽ ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വളരെ ആപ്ലിക്കേഷനുള്ള ഒരു കാര്യമാണ് മോശയുടെ ജീവിതം. അതായത് മോശയ്ക്ക് ഒരു ലീഡർ ആവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ മോശയെ ഒരു ലീഡറാക്കി ഹി ആക്സെപ്റ്റഡ് ഇറ്റ്. 40 വർഷം കഷ്ടപ്പെട്ടു ഒരേ ഒരു ദൗത്യത്തിനായിട്ട്. ഹി ഹാസ് ടു സീ ദി പ്രോമിസ്ഡ് ലാൻഡ്, കനാനിലേക്കുള്ള എൻട്രി. പക്ഷെ മോശയ്ക്ക് അത് സാധിച്ചില്ല. ബട്ട് ഹി ആക്സെപ്റ്റ്സ് ഇറ്റ്. അതോടെ ഹി ബിക്കെയിം വെരി സ്ട്രോങ്. അതോടുകൂടെ മോശ മരിക്കുന്നു. മോശയുടെ ദൗത്യം അവിടെ അവസാനിച്ചില്ല. മോശയുടെ പാട്ട് അവിടെ അവസാനിച്ചില്ല. മോശയുടെ ദൗത്യം വീണ്ടും തുടർന്നു. മോശയുടെ പാട്ട് വീണ്ടും പാടപ്പെട്ടു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.